ഉമർ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ചിന്ത അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. കാരണം എന്തേ? എന്തു പറഞ്ഞാലും അബൂബക്കർ ഒന്നാമനാ. ഏതൊരു വിഷയം എടുത്താലും അബൂബക്കർ ഒന്നാമനാ. ഒരിക്കൽ നബിതങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ചോദ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് നോമ്പാണ് നബിയെ. നബിതങ്ങൾ ചോദിച്ചു, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയെ. ഇന്ന് രോഗസന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നു, ഞാനുണ്ട് നബിയെ. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയെ. ഈ ചങ്ങാതിയായി എന്നും ഒന്നാമൻ. അതുകൊണ്ടാണ് അബൂബക്കർ തങ്ങളെ പരാജയപ്പെടുത്തണമെന്ന് ഉമർ തങ്ങൾക്ക് തോന്നിയത്. തന്റെ വീട്ടിൽ ചെന്നു, തന്റെ സമ്പാദ്യം മുഴുവനും എടുത്തു, എന്നിട്ട് 2 വിഭാഗമാക്കി. ആ സമ്പത്തിന്റെ നേർ പകുതി എടുത്തു. എന്തായാലും അബൂബക്കർ എന്നെ പോലെ കൊണ്ടുവരൂല. തന്റെ സമ്പാദ്യത്തിന്റെ പകുതി എടുത്തുകൊണ്ടില്ല ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്തു, നബിയെ, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തന്നിരിക്കുന്നു. നബിതങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. ഉമർ തങ്ങൾക്ക് വേണ്ടി നബിതങ്ങൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്തു. ഉമർ തങ്ങൾ ഇങ്ങനെ മാറി നിന്നു. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളത് കൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. ഉമറിന് ഇതൊന്നും അറിയണ്ട, എവിടെ അബൂബക്കർ എവിടെ? അങ്ങനെ ഉമർ തങ്ങൾ നോക്കി നിൽക്കുമ്പോ ഏറ്റവും അവസാനം മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അബൂബക്കർ തങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു ചെറിയ പൊതിയേ ഉള്ളൂ. ഉമറിന് സന്തോഷമായി. എന്തായാലും എന്നെ പോലെ വലുതില്ല, അപ്പൊ ഞാൻ തന്നെ വിജയിക്കും. ഓടി നബിതങ്ങളുടെ അടുത്ത് വന്നു. എന്താണ് പറയുന്നതെന്നറിയാൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഓടി വന്നു. ഉമർ തങ്ങൾ നോക്കുമ്പോൾ അബൂബക്കർ തങ്ങൾ കൊണ്ടുവന്ന ഒരു ചെറിയ പൊതി വെച്ചു കൊടുത്തു. നബിതങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, ഇനി വീട്ടിൽ എന്താ ബാക്കിയുള്ളത്? അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ വേറെ ഒന്നുമില്ല നബിയെ. എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ അള്ളാന്റെ ദീനിന് തന്നിരിക്കാം. അപ്പോഴും അബൂബക്കറ വിജയിച്ചേ. ഇതായിരുന്നു സ്വഹാബത്തിന്റെ ഗുണമങ്ങനെ. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സ്. പ്രതിഫലം കേട്ടാ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. പ്രതിഫലം കേട്ടാ പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ കേട്ടാൽ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു ആ മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. നമുക്കും ഇവിടെ ഇരുന്ന് കൊണ്ടൊന്ന് മത്സരിക്കാം. നമുക്കും ഇവിടെ ഇരുന്ന് കൊണ്ടൊന്ന് മത്സരിക്കാം. ആരാണ് ഈ നന്മ പറഞ്ഞു